നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2024 പാർട്ട് 10. വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മ ദിനം ജൂലൈ 5. 2024 ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഹേമന്ത് സോറൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികൾ: അബ്ദുല്ല അബൂബക്കർ ട്രിപ്പിൾ ജംപ്, മുഹമ്മദ് അനസ് 4x100 മീറ്റർ റിലേ, മുഹമ്മദ് അജ്മൽ 4x100 മീറ്റർ റിലേ, അമോസ് ജേക്കബ് 4x100 മീറ്റർ റിലേ, മിജോ ചാക്കോ കുര്യൻ 4x100 മീറ്റർ റിലേ, PR ശ്രീജേഷ് ഹോക്കി, HS പ്രണോയ് ബാഡ്മിൻ്റൺ. മലയാളി വനിതകൾ പങ്കെടുക്കുന്നില്ല. ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ ഇന്ത്യയിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗോളിയോർ, മധ്യപ്രദേശ്. 2024 ജൂലൈയിലാണ് രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര കോപ്പറേറ്റീവ് ദിനം ജൂലൈ 6. 102ാമത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്, 30ാമത് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ. 2024 ജൂലൈയിൽ NSE പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിൽ നിന്ന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ: ഏറ്റവും മൂല്യമേറിയ കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡ്. 2024 ജൂലൈയിൽ അന്തരിച്ച ബംഗ്ലാദേശ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സിയാവോ റഹ്മാൻ. കര, വായു, നാവിക സേനകളെ സംയോജിപ്പിച്ച് ഏകീകൃത പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വരുന്ന പ്രതിരോധ സേനയുടെ 3 തിയേറ്റർ കമാൻഡറുകളുടെ ആസ്ഥാനങ്ങൾ ട്രിവാൻഡ്രം, ജയ്പൂർ, ലക്നൗ. പാകിസ്ഥാൻ്റെ ഭീഷണി നേരിടാൻ പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് ജയ്പൂരിലും വടക്ക് കിഴക്ക് നിന്നുള്ള ഭീഷണി നേരിടാൻ വടക്കൻ തിയേറ്റർ കമാൻഡ് ലക്നൌവിലും സ്ഥാപിക്കും. 2024 ജൂലൈയിൽ 100 മീറ്റർ ഹർഡിൽസിൽ ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ജ്യോതി യാരാജി. ആഗോള ഇന്ത്യ AI ഉച്ചകോടി 2024 വേദി ന്യൂഡൽഹി. ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ SCO സമ്മിറ്റ് 2024 വേദി അസ്താന, കസാക്കിസ്ഥാൻ. ആരോഗ്യം, പോഷകാഹാരം, കൃഷി, സാമൂഹിക വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2024 ജൂലൈ 4 നീതി ആയോഗ് ആരംഭിച്ച പ്രചാരണ പരിപാടി സമ്പൂർണ്ണത അഭിയാൻ. സ്പേസ് എക്സ് അവാർഡ് 2024 ജേതാവായ മലയാളി സ്വപ്ന കല്ലിങ്കൽ. 2024 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ച ശക്തമായ നോൺ ന്യൂക്ലിയർ ബോംബ് സെബക്സ് 2. 2024 ജൂലൈയിൽ ബ്രിട്ടൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് കിർ സ്റ്റാർമർ, ലേബർ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്ന ഇന്ത്യൻ വംശജനായ ഋഷി സുനകിനെയാണ് പരാജയപ്പെടുത്തിയത്. 14 വർഷം അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് 121 സീറ്റുകളാണ് നേടാൻ സാധിച്ചത്. ആകെ സീറ്റുകൾ 650, ലേബർ പാർട്ടി 412, ലിബറൽ ഡെമോക്രാറ്റീസ് 71. ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രിയായി നിയമിച്ചത് റേച്ചൽ റീവ്സ്. ബ്രിട്ടനിലെ ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചത് ആഞ്ചല റെയ്നർ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ്, കോട്ടയം. ഇംഗ്ലണ്ടിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെൻറ്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്ന് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായാണ് വിജയിച്ചത്. 2024 ജൂലൈയിൽ കോർപ്പറേറ്റീവ് മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയത് കോലിയക്കോട് N കൃഷ്ണൻ നായർ. 2024 ജൂലൈയിൽ ഇറാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മസൗദ് പെസക്കിസാൻ.
മലയാള സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും ദുരിതാനുഭവങ്ങളും വിലയിരുത്താൻ നിയോഗിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ. 2024 ജൂലൈയിൽ യുകെയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കൾച്ചർ, മീഡിയ ആൻഡ് സ്പോർട്സ് ആയി നിയമിതനായ ഇന്ത്യൻ വംശജ ലിസ നന്ദി, ലോർഡ് ചാൻസലർ ആൻഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ജസ്റ്റിസ് സബാന മഹ്മൂദ്, പാകിസ്ഥാൻ വംശജ. മന്ത്രിസഭയിലെ വനിതകളുടെ എണ്ണം 11. 2024 ജൂലൈയിൽ അന്തരിച്ച ഓസ്കാർ അവാർഡ് ജേതാവായ ഹോളിവുഡ് നിർമ്മാതാവ് ജോൺ ലാൻഡൌ അവതാർ, ടൈറ്റാനിക് എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ധിനിന്തി ഡിസംഖു, 14 വയസ്സ്, കായിക ഇനം നീന്തൽ. 2024 ജൂലൈയിൽ അന്തരിച്ച മുൻ ദേശീയ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസഫ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകയേന്തുന്ന താരങ്ങൾ PV സിന്ധു, അജന്ത ശരത് കമാൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഷെഫ് ഡി മിഷൻ ഗഗൻ നരംഗ്, ഷൂട്ടിംഗ് താരം. മേരി കോം പിന്മാറിയ സ്ഥാനത്തേക്കാണ് നിയമനം. സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് 2024 ജില്ലാ വിഭാഗത്തിൽ 1-ാം സ്ഥാനം തിരുവനന്തപുരം. തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ 1-ാം സ്ഥാനം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. 2023-24 നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ SDG 1-ാം സ്ഥാനത്തെത്തിയ താരങ്ങൾ കേരളം, ഉത്തരാഖണ്ഡ്. ഏറ്റവും പിന്നിൽ ബീഹാർ. 2-ാം സ്ഥാനം തമിഴ്നാട്, 3-ാം സ്ഥാനം ഗോവ. 1-ാം സ്ഥാനത്തെത്തിയ കേന്ദ്രഭരണ പ്രദേശം ഛത്തീസ്ഗഡ്. ദേശീയ ശരാശരി 71. 2024 ജൂലൈയിൽ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇന്ത്യയിൽ ഭരണഘടനാ ഹത്യ ദിനം സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത് ജൂൺ 25. 2024 ജൂലൈയിലാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. 2024 ജൂലൈയിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർ ആയി നിയമിതനായത് ഡോക്ടർ P. രവീന്ദ്രൻ. 2024 ജൂലൈയിൽ സർക്കാർ ജീവനക്കാർക്ക് നവംബർ 6, 8 തീയതികളിൽ പ്രത്യേക കാഷ്വൽ ലീവ് അനുവദിച്ച സംസ്ഥാനം ആസം. മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവിടാനാണ് ഈ പ്രത്യേക അവധി ഉപയോഗിക്കേണ്ടത്. ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ്സ്, എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി? രവിചന്ദ്രൻ അശ്വിൻ. 2024 വിംബിൾട്ടൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ പുരുഷ സിംഗിൾസ് കാരിയോസ് ആൽക്കരാസ് സ്പെയിൻ, റണ്ണേഴ്സ് അപ്പ് നൊവാക് ജോക്കോവിച്ച് സെർബിയ. വനിതാ സിംഗിൾസ് ബാർബൊറ ക്രെച്കോവ ചെക്ക് റിപ്പബ്ലിക്, റണ്ണേഴ്സ് അപ്പ് ജാസ്മിൻ പലോനി ഇറ്റലി. പുരുഷ ഡബിൾസ് ഹാരി ഹെലവാര ഫിൻലാൻഡ്, ഹെൻറി പാറ്റൺ UK. വനിതാ ഡബിൾസ് കത്രീന സനൈക്കോവ ഫ്രഞ്ച് റിപ്പബ്ലിക്, ടെയ്ലർ ടൗൺസെൻഡ് US. മിക്സഡ് ഡബിൾസ് ജാൻ സ്വിലിങ്കി പോളണ്ട്, സ്വെറ്റ്സ്യൂസ്വി ചൈനീസ് തൈപ്പി ഓർ തായ്വാൻ. 2024 ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇതിഹാസ താരം ജെയിംസ് ആൻഡ്രേസൺ, ഇംഗ്ലണ്ട്. 2024 ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസിന് എതിരെയായിരുന്നു അവസാന മത്സരം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം 188 മത്സരങ്ങൾ. 1-ാം സ്ഥാനം സച്ചിൻ തെണ്ടുൽക്കർ 200 മത്സരങ്ങൾ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 700 വിക്കറ്റ് നേടിയ ഏക ഫാസ്റ്റ് ബോളർ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ മൂന്നാമത്തെ താരം 704 വിക്കറ്റ്. 1-ാം സ്ഥാനം മുത്തയ്യ മുരളീധരൻ 800 വിക്കറ്റ്. 2-ാം സ്ഥാനം ഷെയ്ൻ വോൺ 708 വിക്കറ്റ്.
2024 ജൂലൈയിൽ നേപ്പാൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് KP ശർമ്മ ഒലി. 2024 ജൂലൈയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങളാണ് വർദ്ധിപ്പിച്ചത്? ജമ്മു കാശ്മീർ. കേന്ദ്ര സർക്കാരാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. 2024 ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2024 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ വ്യക്തി അരോമ മണി. 2024 ജൂലൈയിൽ UAEയിലെ ഉപപ്രധാനമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും നിയമിതരായത് ഷെയ്ഖ് ഹംദൻ ബിൻ മുഹമ്മദ് ബിൻ റഷീദ് അൽ മക്ടോം. മുംബൈയിലെ കിരീടാവകാശിയാണ് ഇദ്ദേഹം. 2024 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തി. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 സിനിമകളുടെ സമാഹാരമായി പുറത്തിറക്കുന്ന ആന്തോളജി സീരീസ് മനോരഥങ്ങൾ. 2024 ജൂലൈയിൽ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റത് വിക്രം മിസ്രി. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പൽ മറൈൻ അസ്യൂർ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ഫീഡർ കപ്പലാണ്. 2024 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം തോണി തുഴയുന്ന നീലപ്പൊന്മാൻ കിൻഫിഷർ റോയിങ് എ കനോയി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. 2024 ജൂലൈയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ജർമ്മൻ ഫുട്ബോൾ താരം തോമസ് മുള്ളർ. 2024 നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് ഡൊണാൾഡ് ട്രംപ്. 2024 ജൂലൈയിൽ അന്തരിച്ച കാലിൻ സ്ഥാപകൻ സുഭാഷ് ധണ്ടേക്കർ. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന 22,000 പാഠപുസ്തകങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിലാക്കാൻ UGC ആരംഭിച്ച പദ്ധതി അസ്മിത. 2024 ജൂലൈയിൽ സ്പാനിഷ് കപ്പ് റോയൽ മാഡ്രിഡ് താരമായ ഫ്രഞ്ച് ഫുട്ബോളർ കിലിയൻ എംബാപ്പെ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം 2024 ജൂലൈ 18. നെൽസൺ മണ്ടേല അന്തർദേശീയ ദിനം ജൂലൈ 18. 16ാം ധനകാര്യ കമ്മീഷൻ ഉപദേശക സമിതിയുടെ കൺവീനർ പൂനം ഗുപ്ത. 2024 ജൂലൈയിൽ നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ നിർമ്മല സീതാരാമൻ ധനമന്ത്രി, അമിത് ഷാ ആഭ്യന്തരമന്ത്രി, രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രി. അധ്യക്ഷൻ നരേന്ദ്രമോദി, ഉപാധ്യക്ഷൻ സുമൻ ബെറി, CEO BVR സുബ്രഹ്മണ്യം. 2024 ജൂലൈയിൽ അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ 1ാമതെത്തിയ സംസ്ഥാനം കേരളം. ദേശീയ നഗര ഉപജീവന ദൗത്യം നടപ്പാക്കിയതിനാണ് പുരസ്കാരം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന പദ്ധതി നൻഹെ ഫാരിസ്തെ. സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയ നാസയുടെ ദൗത്യം ടെസ് ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ്സ്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933. 2024 ജൂലൈയിൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൻ്റെ അംഗീകാരം നേടിയ കേരളത്തിലെ ആശുപത്രികൾ കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം, തൃശൂർ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം. രാജ്യത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രമേയമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് വികസിത ഭാരതം. 2024 ജൂലൈ 20 100ാം വാർഷികം ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടന ഫൈഡ് ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. ആസ്ഥാനം ലസാനി, സ്വിറ്റ്സർലാൻഡ്. 1924 ജൂലൈ 20 ഫ്രാൻസിലെ പാരീസിലാണ് ഫൈഡ് പിറവിയെടുക്കുന്നത്.
1966 മുതലാണ് യുനെസ്കോ ലോക ചെസ് ദിനമായി ജൂലൈ 20 ആചരിക്കാൻ തുടങ്ങിയത്. 2024 ജൂലൈയിൽ അന്തരിച്ച വിയറ്റ്നാം രാഷ്ട്രീയത്തിലെ അതികായനും വിയറ്റ്നാമിൻ്റെ മുൻ പ്രസിഡന്റുമായ വ്യക്തി ന്യൂഗൻ ഫ്യൂ ട്രോങ്. 16ാമത് കേരള രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചിത്രമേള IDSFFKയിൽ ഡോക്യുമെൻ്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡിന് അർഹരായത് ബേഡി ബ്രദേഴ്സ്, നരേഷ് ബേഡി, രാജേഷ് ബേഡി. 2024 ജൂലൈയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് വിനയ് മോഹൻ കാട്ര. 2024 ജൂലൈയിൽ നടക്കുന്ന യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗം ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി വേദിയാകുന്നത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ആദ്യമായാണ് യുനെസ്കോയുടെ പൈതൃക സമിതി യോഗത്തിന് ഇന്ത്യ വേദിയാകുന്നത്. 2024 ജൂലൈ 19 ഇന്ത്യൻ സമയം. പ്രവർത്തനം തകരാറിലായ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം. 5ാം തവണയാണ് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. 2018, 2021, 2023 വർഷങ്ങളിൽ കോഴിക്കോടും 2019 എറണാകുളത്തുമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. 2024 ജൂലൈയിൽ രാജിവെച്ച UPSC ചെയർമാൻ മനോജ് സോണി. 2020 ഗാന്ധി മണ്ടേല പുരസ്കാര ജേതാക്കൾ റിജോബെർട്ട മെൻചും ഗുട്ടുമാല, വിക്ടർ സോൺസെലെ ടോറിസ്, മെക്സിക്കോ. 2024 ജൂലൈയിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. 2024 ജൂലൈയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് മനോല മാർക്യൂസ്. 2024 ജൂലൈയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF സെക്രട്ടറി ജനറൽ ആയി നിയമിതനായ മലയാളി P. അനിൽകുമാർ. അമീബിക് മസ്തിഷ്ക ജ്വരം രോഗത്തിനെതിരെ 2024 ജൂലൈയിൽ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം രോഗത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കുന്നത്. 2024 ജൂലൈയിൽ ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ ലിയാണ്ടർ പേസ്, വിജയ് അമൃത്രാജ്. ഏഷ്യയിൽ നിന്ന് ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023. വിശിഷ്ടാംഗത്തിന് അർഹരായവർ CL ജോസ്, നാടകാചാര്യൻ MR രാഘവ വാര്യർ, ചരിത്രകാരൻ. സമഗ്ര സംഭാവന പുരസ്കാര ജേതാക്കൾ KV കുമാരൻ, പ്രേമ ജയകുമാർ, PK ഗോപി, ബക്കളം ദാമോദരൻ, M രാഘവൻ, രാജൻ തിരുവോത്ത്. മികച്ച കവിത കൽപ്പറ്റ നാരായണൻ. കൃതി തിരഞ്ഞെടുത്ത കവിതകൾ. മികച്ച നോവൽ ഹരിത സാവൃത്തി. കൃതി സിൻ. മികച്ച ചെറുകഥ N രാജൻ. കൃതി ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. മികച്ച നാടകം ഗിരീഷ് PC പാലം. കൃതി E4 ഇഡിപ്പസ്. മികച്ച ബാലസാഹിത്യം ഗ്രേസി. കൃതി പെൺകുട്ടിയും കൂട്ടരും. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. 2024 ജൂലൈയിൽ ഖനികൾക്കും ധാതുക്കൾക്കും നികുതി ചുമത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന സുപ്രധാന വിധി പ്രഖ്യാപിച്ച 9 അംഗ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DOI ചന്ദ്രചൂഡ്. കാർഗിൽ വിജയ് ദിവസ് ജൂലൈ 26. 1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തെ ഓർമ്മപ്പെടുത്തുന്ന കാർഗിൽ വിജയ് ദിവസിന് 2024 ജൂലൈ 26 25 വയസ്സ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപം. 2024 പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ദിനം ജൂലൈ 26. സെയിൻ നദിയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. മ്യൂസിയം. മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ 200 കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത് തളിപ്പറമ്പ്, കണ്ണൂർ. 2024 ജൂലൈയിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട്ടിലെ സ്ഥലങ്ങൾ മുണ്ടക്കൈ, ചൂരൽമല.
ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് അവതരിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമി. രാജ്യത്ത് ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളം. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം മനു ഭാക്കർ, സർബ്ജോത് സിംഗ്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. അനന്തപുരിയുടെ രാജശില്പികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വി. പ്രഭാകരൻ നായർ. 2024 ജൂലൈയിൽ വെനസ്വേല പ്രസിഡന്റായി 3ാം വട്ടവും അധികാരത്തിലേറിയത് നിക്കോളാസ് മഡൂറോ. 2024 ജൂലൈയിൽ സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ട് സേവ സെബീസ് വെർച്വൽ അസിസ്റ്റന്റ്. 2024 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് വിജയ് ലൂയിസ് ഹാമിൽട്ടൺ. 2024 പാരീസ് ഒളിമ്പിക്സിൽ വച്ച് വിരമിച്ച ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ. പാരീസ് ഒളിമ്പിക്സ് 2024 സ്ട്രീറ്റ് സ്കേറ്റ് ബോർഡിങ്ങിൽ സ്വർണം നേടിയ 14 വയസ്സുകാരി കൊക്കോ യോഷിസാവ, ജപ്പാൻ. 2024 ജൂലൈയിൽ അന്തരിച്ച ഐറിഷ് എഴുത്തുകാരി എഡ്ന ഓർ ബ്രിയൻ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഷൂട്ടിംഗ് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ, ഹരിയാന. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ്. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി കെ. കൈലാഷ് നാഥൻ. 2024 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ശ്രീലങ്ക. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി. 2024 ജൂലൈയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ജപ്പാനിലെ ടോക്കിയോയിൽ അനാച്ഛാദനം ചെയ്തത് എസ്. ജയശങ്കർ. 2024 ജൂലൈയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്നത് ഐസ്വാൾ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത് പാമ്പൻ പാലം, ചെന്നൈ. 2024 ജൂലൈയിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ മൂർത്തികളിൽ ഒന്നായ രാമല്ലയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ലാവോസ്. ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായാണ് പുറത്തിറക്കിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ചെന്നൈ. കായിക ഇനം 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം. ജേതാക്കൾ ഹുവാം യൂട്ടിങ്, ഷെങ് ലിഹാവു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.